ഹായ് മക്കളെ, ഞാൻ നിങ്ങളുടെ ബയോളജിയുടെ സ്വന്തം വസീം സാർ. ഇന്ന് നമ്മൾ ചാപ്റ്റർ 2 പാർട്സ് ഓഫ് എവല്യൂഷൻ അഥവാ പരിണാമത്തിന്റെ വഴികൾ എന്ന ചാപ്റ്ററാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇതിലെ ഇമ്പോർട്ടന്റ് ആയ കുറച്ച് ടോപ്പിക്സ് ഞാൻ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് പറഞ്ഞു തരാം. അപ്പോൾ നമ്മുടെ ക്ലാസ്സിലേക്ക് പോകാം. അപ്പോൾ മക്കളെ, നമുക്ക് ഇതിൽ രണ്ട് തിയറീസ് ആണ് പഠിക്കാനുള്ളത്. ഒന്ന് ലാമാർക്കിസവും ഒന്ന് ഡാർവിനിസവും. അതിൽ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലാമാർക്കിസമാണ്. ജീൻ ബാപ്റ്റിസ്റ്റ് ലാമാർക്കാണ് ഇത് പ്രപ്പോസ് ചെയ്തത്. ലാമാർക്ക് പ്രപ്പോസ് ചെയ്തത് കൊണ്ട് തന്നെ ഇതിനെ ലാമാർക്കിസം എന്ന് വിളിച്ചു. അപ്പോ ലാമാർക്കിസത്തിലെ ആദ്യത്തെ പോയിന്റ് ആണ്, ലാമാർക്കിസത്തിനെ എന്തുകൂടി പറയും? തിയറി ഓഫ് ഇൻഹെറിറ്റൻസ് ഓഫ് അക്വയർഡ് ക്യാരക്ടർ അഥവാ സ്വയാർജിത സ്വഭാവങ്ങളുടെ പാരമ്പര്യ പ്രേഷണ സിദ്ധാന്തം. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല, വളരെ സിമ്പിൾ ആണ്. എന്താണ് ഈ അക്വയർഡ് ക്യാരക്ടർ അഥവാ സ്വയാർജിത സ്വഭാവം എന്ന് മനസ്സിലാക്കിയാൽ മതി. എന്താണെന്ന് വെച്ചാല്, നിങ്ങൾ നിങ്ങളുടെ ലൈഫ് സ്പാനിൽ അഥവാ ജീവിത കാലയളവിൽ ഒരു പുതിയ സ്വഭാവം പഠിച്ചെടുക്കുക. അപ്പൊ എക്സാമ്പിൾ ആയിക്കോട്ടെ, സ്വിമ്മിങ്, നീന്തലായിക്കോട്ടെ, അതൊരു അക്വയർഡ് ക്യാരക്ടർ ആണ് അഥവാ സ്വയാർജിത സ്വഭാവമാണ് സ്വിമ്മിങ്. നിങ്ങൾ നിങ്ങളുടെ കാലക്രമേണ ജീവിത കാലയളവിൽ എന്താണ് പഠിച്ചെടുത്തൊരു സ്വഭാവമാണ് സ്വിമ്മിങ്. പിന്നെന്താ ഡ്രൈവിങ്, ഇതൊക്കെ ഇതിന് എക്സാമ്പിൾ ആണ്. അപ്പോ നിങ്ങളുടെ ചാപ്റ്ററിൽ കൊടുത്തിരിക്കുന്ന എക്സാമ്പിൾ ലാമാർക്കിസത്തിന് ജിറാഫിന്റെ കഴുത്തിന്റെ നീളത്തിന്റെ ഒക്കെയാണ്. നമുക്ക് അതിക്ക് പോകുന്നതിന് മുമ്പ് സിമ്പിൾ ആയിട്ട് എക്സാമ്പിൾ കൂടെ ഇത് പഠിക്കാം. എങ്ങനെയാന്ന് വെച്ചാല്, ഈ ആള്, നിങ്ങളിന്റെ ആളെ കണ്ടിട്ട് ചിരിക്കണ്ട, ഇവിടെ ഇയാള് പുതിയൊരു സ്വഭാവം പഠിച്ചെടുക്കുക. എക്സാമ്പിൾ കൊടുക്കുക, സ്വിമ്മിങ് ആയിക്കോട്ടെ. അയാൾ സ്വിമ്മിങ് പഠിച്ചു. ഇനി അയാളുടെ അടുത്ത തലമുറ, അയാളുടെ കുട്ടി, ചെറിയ കുട്ടി, ഈ കുട്ടി എന്താ കാര്യം? ഓട്ടോമാറ്റിക്കലി ജനിക്കുമ്പോ സ്വിമ്മിങ് പഠിച്ചിട്ടാണ് ജനിക്കുക. ഇതാണ് ലാമാർക്ക് പറഞ്ഞത്. ഈ കുട്ടി ഓട്ടോമാറ്റിക്കലി ജനിക്കുമ്പോ സ്വിമ്മിങ്, അതിന്റെ അമ്മേന്റെ ഗർഭപാത്രത്തില് ഓഹോ ഞാനൊരു നരൻ എന്നൊക്കെ പറഞ്ഞ നീന്തലൊക്കെ പഠിച്ചിട്ടാണ് ആര് വരുന്നേ? ഇയാളുടെ അടുത്ത കുട്ടി വരുന്നേ. ഇനി ഈ കുട്ടി അതിന്റെ അടുത്ത തലമുറയില്, ഈ കുട്ടിന്റെ കുട്ടി, ഇയാള് സ്വിമ്മിങ്ങും പഠിച്ചു ഡ്രൈവിങ്ങും പഠിച്ചു എന്ന് കരുതുക. ഇയാളുടെ കുട്ടിക്ക് എന്തുണ്ടാവും? സ്വിമ്മിങ്ങും ഡ്രൈവിങ്ങും അറിയുണ്ടാവും. സ്വിമ്മിങ്ങും ഡ്രൈവിങ്ങും ഓട്ടോമാറ്റിക്കലി ജനിക്കുമ്പോ അറിയുണ്ടാവും. അങ്ങനെ മക്കളെ, ഫസ്റ്റത്തെ ആള് സ്വിമ്മിങ് പഠിച്ചു, അതിന്റെ അടുത്ത തലമുറക്ക് ഓട്ടോമാറ്റിക്കലി നീന്തൽ അഥവാ സ്വിമ്മിങ് പഠിച്ചു. അയാൾ ഡ്രൈവിങ്ങും കൂടി പഠിച്ചു. അതിന്റെ അടുത്ത തലമുറക്ക് എന്തായി? സ്വിമ്മിങ്ങും ഡ്രൈവിങ്ങും ഓട്ടോമാറ്റിക്കലി അറിയാം. ഇയാൾ എന്തായി? അതിന്റെ കൂടെ സിംഗിങ് പഠിച്ചു, പാട്ട് പാടാൻ പഠിച്ചു. അങ്ങനെ കുറെ വർഷങ്ങൾ കഴിയുമ്പോ പിന്നെ ഉണ്ടാവണത് ഇയാളുമായിട്ട് ഒരു ജീവി ആയിരിക്കില്ല, അല്ലെങ്കിൽ ഒരു മനുഷ്യനായിരിക്കില്ല, ഒരു പുതിയ ഓർഗാനിസം ആയിരിക്കും. സ്വിമ്മിങ്ങും ഡ്രൈവിങ്ങും സിംഗിങ്ങും ഡാൻസിങ്ങും എല്ലാവരുടെ സൂപ്പർമാന്റെ മാരത്തെ എല്ലാ പവറുള്ള ഒരാളായിരിക്കും ഉണ്ടാവുക. ഇതാണ് ലാമാർക്ക് പറഞ്ഞത്. ഇനി നിങ്ങളെ ചാപ്റ്ററിൽ പറഞ്ഞ എക്സാമ്പിൾക്ക് വരാം. അപ്പൊ നിങ്ങളെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് എക്സാമ്പിൾ ഇതാ ജിറാഫാണ്. ഇനി അയക്ക് വരാം. നമുക്ക് ലാമാർക്ക് പറഞ്ഞത് ആദ്യ കാലത്ത് ജിറാഫിനെ കണ്ട് നിങ്ങൾ ചിരിച്ചണ്ട, ജിറാഫിനെയൊക്കെ വരച്ചാൽ നമുക്ക് അതിന് സമയം ഉണ്ടാവുള്ളൂ. അപ്പൊ ഇത് ജിറാഫാണ് സങ്കല്പിക്കങ്ങള്. ജിറാഫ്, ഈ ജിറാഫ് പണ്ട് കാലങ്ങളിൽ അതിന്റെ കഴുത്ത് എന്തായിരുന്നു? ചെറിയ കഴുത്തായിരുന്നു, ഷോർട്ട് നെക്ക് ആയിരുന്നു. അപ്പൊ അടിയത്തെ പുല്ല് മാത്രമേ തിന്നാൻ പറ്റിയെന്നുള്ളൂ. എന്നിട്ട് എന്ത് ചെയ്തു? അടിയത്തെ പുല്ലൊക്കെ തിന്ന് കഴിഞ്ഞപ്പോ, ഇവിടുത്തെ പുല്ലൊക്കെ ഈ ജിറാഫ് തിന്ന് 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 ആ പുല്ല് മൊത്തം കഴിഞ്ഞു. പിന്നെ ജിറാഫിന് ജീവിക്കണം എന്നുണ്ടെങ്കിൽ എന്താണ്? ഫുഡ് വേണം. പിന്നെ കുറച്ച് ഹൈറ്റ് ഇല്ല മരത്തുമുള്ളൂ എന്ത്? ഫുഡ്. അപ്പൊ ജിറാഫ് ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്തു? ആ ഫുഡ് കിട്ടാൻ വേണ്ടിയിട്ട് കഴുത്തൊന്ന് നീട്ടി, സ്ട്രെച്ചഡ് നെക്ക്, കഴുത്തൊന്ന് നീട്ടി. അങ്ങനെ ഇവിടുത്തെ ഫുഡും തിന്ന് 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 എന്തായി? ഇതുമത്തെ ഫുഡും കഴിഞ്ഞു. ഇനി വലിയ മരത്തമേ ഫുഡുള്ളൂ. അപ്പൊ ലാമാർക്ക് പറഞ്ഞു, പിന്നെ ഫുഡ് കിട്ടാൻ വേണ്ടിയിട്ട് ഇവര് കഴുത്ത് എന്തായി? ഒന്നും കൂടി അങ്ങോട്ട് നീട്ടിയിട്ട് നമ്മളിപ്പൊ കാണുന്ന ജിറാഫിന്റെ മാരിയായി. ഇതേമാരിയാണോ ഇത്? അല്ല, ഇത് വ്യത്യസ്തമായിട്ട് പുതിയൊരു ജീവി, പുതിയൊരു ഓർഗാനിസം ആയത്. ആദ്യം നല്ല പശുവിനെ പോലെ ഇരുന്ന ആളാണ് ഇപ്പൊ ജിറാഫ് എന്ന് പറഞ്ഞിട്ട് നീണ്ട കഴുത്തോട് കൂടി ഇരിക്കുന്നത്. ഇതാണ് ലാമാർക്ക് പറഞ്ഞത്. അതിന്റെ ഫുഡിന്റെ അവൈലബിലിറ്റിക്ക് അനുസരിച്ച് അത് കഴുത്ത് നീട്ടി നീട്ടി ഇപ്പൊ കാണുന്ന ജിറാഫായി. ബാക്കിയുള്ള ജിറാഫുകളൊക്കെ എന്തായി? ചത്തു. അതിനൊക്കെ വംശനാശം സംഭവിച്ചു. ഫുഡ് കിട്ടണില്ലല്ലോ, പിന്നെ എങ്ങനെ ജീവിക്കുക? അപ്പോ 3 പോയിന്റുകളാണ് മെയിൻ ആയിട്ട് പഠിക്കാനുള്ള ലാമാർക്കിസത്തില്. അക്വയർഡ് ക്യാരക്ടർ, സ്വയം ഒരു സ്വഭാവം പഠിച്ചെടുക്കുക. അത് നേരെ എന്ത് ചെയ്യുന്നു? അടുത്ത തലമുറക്ക്, നെക്സ്റ്റ് ജനറേഷന് പാസ് ചെയ്യുന്നു.
കുറെ കാലങ്ങൾക്ക് ശേഷം ആ സ്വഭാവം കിട്ടി പുതിയൊരു ജീവി ഉണ്ടാവണോ, എമർജൻസ് ഓഫ് ന്യൂ ഓർഗാനിസം. ഇതാണ് മക്കളെ ലാമാർക്ക് പറഞ്ഞത്. അപ്പോൾ ലാമാർക്കിസം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു മക്കളെ. ഇനി മുതൽ ഇതേമാതിരി ഓരോ ടോപ്പിക്കുകൾ നമ്മൾ ഷോർട്സ് ആക്കിയിട്ട് ഇടും, നിങ്ങൾക്ക് പഠിക്കാൻ സിമ്പിൾ ആയിട്ട്. അതിന് നിങ്ങൾ നമ്മളെ പേജ് ഫോളോ ചെയ്ത് വെക്കുക, അക്ഷര ട്യൂഷൻ സെന്റർ എന്നുള്ളത്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.